ഈ നേഴ്സുമാരുടെ മക്കൾക്ക്, അവരുടെ കുടുംബാംഗങ്ങൾക്ക് സേവനത്തിന് ഒരു പരിമിതമായ ചിലവിലുള്ള ചികിത്സ പ്രൊവൈഡ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇന്ന് ചികിത്സ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോഴും ആശുപത്രികൾ കുറഞ്ഞ ചിലവുകൾ നടത്തുന്നുണ്ട്. എന്നാൽ അത് പോരാ. നമുക്കറിയാം വലിയ വലിയ വ്യവസായശാലകളിൽ ക്യാൻറ്റീനിൽ ചിലപ്പോൾ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ഒക്കെ അവിടുത്തെ തൊഴിലാളികൾക്ക് ഫുഡ് കൊടുക്കുന്നത് കാണാം. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ നഴ്സുമാരുടെ കുടുംബാംഗങ്ങൾക്കും അവർക്കുമൊക്കെ ഒരു സൗജന്യ നിരക്കിൽ ചികിത്സകൾ കൊടുക്കുവാനായിട്ട് നിങ്ങൾ സാധിക്കില്ലേ? ഇന്ന് ചികിത്സാ നിരക്കെന്ന് പറയുന്നത് ജീവിത ചെലവിനെ വളരെയധികം ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. അത് സാധിക്കുന്ന ഒന്നാണ്. കേരളത്തിലെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള സേവനങ്ങൾ ഈ നഴ്സുമാർക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ തൃപ്തരാകും എന്ന് തിരിച്ചറിയുക. 2 എന്ന് പറയുന്നത് ഇവിടുത്തെ ഷിഫ്റ്റുകളാണ്. അത് കേരളത്തിൻ്റെ ജോലി ഷിഫ്റ്റുകൾ കൂടുതലാണ് എന്ന് പറയുന്നത് സത്യമാണ്. നഴ്സുമാർക്ക് ഒരിക്കലും ഒരാളുടെ ചികിത്സ കയ്യിൽ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് 7 മണിക്ക് ഡ്യൂട്ടി തീരുന്നുണ്ടെങ്കിൽ ഉടനെ ഇറങ്ങിപ്പോരുവാനായിട്ട് സാധിക്കില്ല. അവർ ചിലപ്പോൾ 1-2 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്തിട്ടായിരിക്കാം ഇറങ്ങി വരിക. അത് എല്ലാ സർക്കാർ മേഖലയിലും ഇതേ അവസ്ഥയാണ്, പ്രൈവറ്റ് മേഖലയിലും ഇതേ അവസ്ഥയാണ്. ഇവരുടെ ഈ അവസ്ഥയെ കാണേണ്ടതുണ്ട്. അവരുടെ അതനുസരിച്ച് ഷിഫ്റ്റുകളിൽ കുറവുകൾ വരുത്തുവാനായിട്ട്, സേവനങ്ങളിൽ അല്പം കുറവുകൾ വരുത്താനായിട്ട്, സമയങ്ങൾ കുറവ് വരുത്തുവാനായിട്ട്, അവരുടെ ജോലി സാഹചര്യങ്ങൾ നല്ലതായി മാറ്റുവാനായിട്ടുള്ള ഒരു കടമ സേവനദാതാക്കൾക്കുണ്ട്. എപ്പോഴും ശമ്പളം കൂട്ടുന്നത് മാത്രമായിരിക്കില്ല ഒരു പ്രശ്നത്തിൻ്റെ പ്രതിവിധി എന്ന് ഞാൻ കരുതുന്നില്ല. ശമ്പളം ന്യായമായത് വേണം. ആ ശമ്പളം എന്ന് പറയുന്നത് സർക്കാർ പറയുന്ന ശമ്പളമായിരിക്കണം. ആ സർക്കാർ പറയുന്ന ശമ്പളങ്ങൾ കൊടുക്കുവാനായിട്ട് ഇവിടുത്തെ മാനേജ്മെൻറ്റുകൾ തയ്യാറാവുകയും വേണം.